എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നിമിത്തങ്ങളിലൂടെയുള്ള ഒരു ജീവിതയാത്ര എന്ന എൻ്റെ ഈ അനുഭവ വിവരണ പരമ്പര അതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ്. എല്ലാവരുടെയും പോലെ തന്നെ ഏറ്റവും ജീവിതത്തിലെ പ്രധാന മുഹൂർത്തമായ വിവാഹം, ആ വിവാഹത്തിന് ഞാൻ എങ്ങനെ തയ്യാറെടുത്തു, എങ്ങനെ തീരുമാനമെടുത്തു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചുവല്ലോ. അങ്ങനെ ഏകീകരണ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിൻ്റെ കീഴിലുള്ള അന്താരാഷ്ട്ര സമൂഹ വിവാഹം, ഹോളി വെഡ്ഡിങ് എന്നറിയപ്പെടുന്ന ആ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് ഞാനും അന്ന് ഇന്ത്യയിൽ നിന്ന് എന്നോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട മറ്റ് 4 പേരും കൂടി ഡൽഹി വിമാനത്താവളത്തിൽ നിന്നും ഒരു തായ് എയർവേസ് വിമാനത്തിൽ കൊറിയയുടെ തലസ്ഥാനമായ സോളിലേക്ക് പുറപ്പെടുകയാണ്. അന്ന് കൊറിയയുടെ തലസ്ഥാനത്ത് സോൾ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് മാസം 1992 ഓഗസ്റ്റ് 25-ാം തീയതിയാണ് ഈ ചടങ്ങ് സംഘടിപ്പിക്കുവാൻ സംഘാടകർ തീരുമാനിച്ചിരുന്നത്. ഏതാണ്ട് 30,000 കപ്പിൾസ്, അങ്ങനെ 60,000 പേര് പങ്കെടുക്കുന്ന ഒരു വലിയ, അതുവരെയും നടന്നിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സമൂഹ വിവാഹം, അത് ഗിന്നസ് റെക്കോർഡിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഒരു സമൂഹ വിവാഹ ചടങ്ങായിട്ട് സംഘടിപ്പിക്കുവാനാണ് അന്ന് തീരുമാനിച്ചിരുന്നത്. അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇതിൽ പങ്കെടുക്കുവാനുള്ള ആളുകൾ സോളിൽ എത്തിച്ചേരുന്നു. ഓഗസ്റ്റ് 21-ാം തീയതി തന്നെ ഞങ്ങൾ അവിടെ എത്തി. അതിനുശേഷമുള്ള സ്റ്റേഡിയത്തിൽ തന്നെയുള്ള 1-2 ദിവസത്തെ റിഹേഴ്സൽ ചടങ്ങുകൾ, പരിപാടികളുണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ, വളരെ വിപുലമായ രീതിയിലുള്ള ചടങ്ങായതിനാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ വളരെ നേരത്തെ തന്നെ, മുൻകൂട്ടി തന്നെ തുടങ്ങി. അതിനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് എല്ലാ രാജ്യങ്ങളിലെയും ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരും വോളണ്ടിയേഴ്സുമെല്ലാം അവിടെ അണിനിരന്നിരുന്നു. അങ്ങനെ ഈ 21-ാം തീയതി ഞങ്ങളവിടെ എത്തുന്നു. 24-ാം തീയതി, ഓഗസ്റ്റ് മാസം 24-ാം തീയതി, വിവാഹത്തിന് ഒരു ദിവസം മുമ്പ് മാത്രമാണ് ഞങ്ങളുടെ ഭാര്യമാരെ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അന്ന് ഒരു പ്രത്യേക ചടങ്ങ്, ഹോളി വൈൻ സെറിമണി എന്ന ഒരു ചടങ്ങും അവിടെ തന്നെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. അപ്പോൾ ആ ചടങ്ങിന് വരുന്ന സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ വധു ആരാണ് എന്ന് ഞങ്ങൾ നേരിട്ട് കാണുന്നതും അവരുമായിട്ട് പരസ്പരം സംസാരിക്കുന്നതുമെല്ലാം. അപ്പോൾ ഞാൻ ഓർക്കുന്നു, എൻ്റെ ഭാര്യ ജപ്പാനിൽ നിന്നുള്ള കെയ്ക്കോ, ഇംഗ്ലീഷ് ഭാഷ ഒട്ടും തന്നെ വശമില്ലാത്ത ആ സമയത്ത് ഡിക്ഷണറിയുടെ സഹായത്തോടു കൂടി, ഒരു നിഘണ്ടുവിൻ്റെ സഹായത്തോടു കൂടി ഞാൻ പറയുന്ന കൊച്ചു ഇംഗ്ലീഷ് വർത്തമാനങ്ങൾ അത് മനസ്സിലാക്കി അതിന് മറുപടി പറയുവാനായിട്ട് ബന്ധപ്പെടുന്ന ആ ഒരു കേക്കോ. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെടുന്നു, കാണുന്നു. ആദ്യ 24-ാം തീയതി ഹോളി വൈൻ സെറിമണി നടക്കുന്നു. പിന്നീടുള്ള പിറ്റേ ദിവസം 25-ാം തീയതിയാണ് വളരെ വിപുലമായ ഈ ഇൻ്റർനാഷണൽ ഹോളി വെഡ്ഡിങ് ചടങ്ങ് നടക്കുക. അത് ഒരു വലിയ, ഒരു ജീവിതത്തിലെ തന്നെ ഒരു വലിയ അനുഭവം, എല്ലാവരെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറയുന്നവരുടെ വിവാഹം തന്നെയായിരിക്കുമല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്തരമൊരു അന്താരാഷ്ട്ര സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കുക, അതും വധുവിനെ വിവാഹ തലേന്ന് കണ്ടുമുട്ടുക, അതുപോലെ ഇത്രയും എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ, അത് ശരിക്കും ഈ യൂണിഫിക്കേഷൻ പ്രസ്ഥാനത്തിൽ അത് പഠിപ്പിക്കുമ്പോൾ പറയുന്നത്, ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന ഒരു കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനെ പറ്റി വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നാനാജാതി മതസ്ഥർ അവിടെ പങ്കെടുക്കുന്ന ഒരു വലിയ ഒരു ചടങ്ങ്. അത്തരം ഒരു ചടങ്ങിൽ വിവിധ രാജ്യങ്ങളിലെ നേതാക്കന്മാർ, പല രാജ്യങ്ങളിലെയും മുൻ പ്രസിഡൻറ്റുമാർ, ഞാൻ ഓർക്കുന്നു കോസ്റ്റോറിക്കയുടെ മുൻ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആശംസാ സന്ദേശങ്ങൾ നൽകുവാനായിട്ട്. അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലെ വിവിധ മതങ്ങളിലെ മതമേലധ്യക്ഷന്മാർ, ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭയുടെ ഡൽഹി ഭദ്രാസനാധിപനായിരുന്ന ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ഉണ്ടായിരുന്നു. അങ്ങനെ പല രാജ്യങ്ങളിലെയും പല മതത്തിൻ്റെ മേലധ്യക്ഷന്മാർ, പല രാഷ്ട്രീയ നേതാക്കൾ, ഇവരെല്ലാം ആശംസാ സന്ദേശങ്ങൾ നൽകിയ ജപ്പാൻ്റെ പ്രധാനമന്ത്രിയുടെ സന്ദേശം അവിടെ വായിക്കുകയുണ്ടായി, ആശംസാ സന്ദേശം. അങ്ങനെ ഒരു വലിയ ഒരു മാമാങ്കം, ഒരു അന്താരാഷ്ട്ര സമൂഹ വിവാഹ മാമാങ്ക ചടങ്ങാണ് അവിടെ അന്ന് സംഘടിപ്പിക്കപ്പെട്ടത്. ചടങ്ങിൽ പങ്കെടുത്ത് ഒരു ദിവസം കൂടി മാത്രമാണ് ഞങ്ങൾ അവിടെ വീണ്ടും കൊറിയയുടെ തലസ്ഥാനത്ത് തങ്ങി ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഭാര്യമാരോടൊപ്പം വിശേഷങ്ങൾ പങ്കിട്ട് ചിലവഴിച്ച് വീണ്ടും അവരവരുടെ രാജ്യങ്ങളിലേക്ക്
എൻ്റെ ഭാര്യ ജപ്പാനിലേക്ക് മടങ്ങുന്നു, ഞാൻ ഇന്ത്യയിലേക്ക് മടങ്ങുന്നു. ഈ പ്രസ്ഥാനത്തിൽ അന്ന് അങ്ങനെ ഒരു വിവാഹ ചടങ്ങ് നടന്നുവെങ്കിലും വീണ്ടും ഒരു 3 വർഷക്കാലം, പിന്നീടുള്ള ഒരു 3 വർഷക്കാലം ഞങ്ങൾക്ക് സെപ്പറേഷൻ പീരീഡ് എന്നൊരു ഒരു ഘട്ടത്തിലൂടെ കൂടി ഞങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അന്ന് വിവാഹം നടന്നുവെങ്കിലും ഉടൻ തന്നെ ഞങ്ങളുടെ കുടുംബജീവിതം, ശരിയായ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയല്ല. വീണ്ടും ഒരു 3 വർഷക്കാലം ഞങ്ങൾ സഹോദര ബന്ധം, ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പരസ്പരം എപ്പോൾ വേണമെങ്കിലും കാണുകയോ ഒരുമിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയോ എല്ലാം ചെയ്യാം. എന്നാൽ നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് വീണ്ടും ഒരു 3 വർഷക്കാലത്തെ സമയത്തിന് ശേഷമാണ്. ആ 3 വർഷക്കാലം നമ്മൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ ചേർക്കുക, അതുപോലെ പ്രസ്ഥാനത്തിന് വേണ്ടിയുള്ള ധനശേഖരണം, ഇതിനെല്ലാം വേണ്ടിയാണ് ഈ 3 വർഷക്കാലം ചിലവഴിക്കുന്നത്. മാത്രവുമല്ല, ഇത് വേറൊരു പ്രായശ്ചിത്ത ചടങ്ങ് കൂടിയായിട്ടാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആദിമ മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ദൈവം കഴിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു കനി, വിലക്കപ്പെട്ട കനി കഴിച്ച് നിവേദിച്ചു. അപ്പോൾ അതിൻ്റെ റിവേഴ്സൽ, അത് ഇൻഡെമിനിഫൈ ചെയ്യുന്നതിനായിട്ട് നമ്മൾക്ക് ആ കനി ഭക്ഷിക്കുന്നതിനുള്ള പെർമിഷൻ ദൈവത്തിൽ നിന്ന് കിട്ടിയ ശേഷവും നമ്മൾ വീണ്ടും 3 വർഷക്കാലത്തേക്ക് ആദിമാതാപിതാക്കൾ ചെയ്ത ആ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് 3 വർഷത്തേക്ക് ആ ഒരു സിലബസി എടുക്കുന്നു. നമ്മളറിയാം, കത്തോലിക്ക സഭയിലൊക്കെ അവർ ജീവിതകാലം മുഴുവൻ സെലിബ്രേറ്റ് ചെയ്യുന്ന പുരോഹിതരെയും കന്യാസ്ത്രീമാരെയും നമുക്കറിയാം. എന്നാൽ ഈ പ്രസ്ഥാനത്തിൽ ചടങ്ങിന് ശേഷമുള്ള അവർ നിശ്ചയിക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. അത് ഓരോരുത്തരുടെയും പ്രായത്തെ കൂടി അനുസരിച്ചായിരിക്കും അവർ നിശ്ചയിക്കുക. 3 വർഷം എന്ന് ഞങ്ങളെ സംബന്ധിച്ച് 3 വർഷമായിരുന്നു. അതിൽ കൂടെ പ്രായം കൂടിയ ആളുകളാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി മിനിമം 41 ദിവസമെങ്കിലും ഉണ്ടാവണം. അതിനുശേഷമുള്ള കുടുംബജീവിതമാണ് പ്രസ്ഥാനത്തിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു വലിയ ഒരു സമൂഹ വിവാഹ ചടങ്ങിൽ അന്ന് പങ്കെടുത്തു. അതിനുശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ എത്തുമ്പോഴാണ്, നാട്ടിലെത്തിയ വിവരങ്ങളൊക്കെ അപ്പോഴേക്കും പത്രമാധ്യമങ്ങളിലൂടെയെല്ലാം പലരും അറിഞ്ഞു. മാത്രവുമല്ല, അന്ന് കേരളത്തിലെ പ്രമുഖ പത്രമായ ദീപികയുടെ മുൻ പേജിൽ തന്നെ വലിയ വാർത്ത കൊടുത്തു. അത് നിഘണ്ടു നോക്കി സൊള്ളൽ, ടെലഫോണിൽ മനസമ്മതം നിഘണ്ടു നോക്കി സൊള്ളൽ എന്ന ഒരു ടൈറ്റിലാണ് അന്ന് ആ വാർത്ത ദീപികയിൽ വന്നത്. അതിനുശേഷം ആ വാർത്ത വളരെയേറെ, എനിക്ക് തോന്നുന്നത് സഭയുടെ അധികൃതരൊന്നും വന്ന് ഈ പ്രസ്ഥാനത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഒരാഴ്ചയ്ക്കൊക്കെ ശേഷം ഈ വാർത്ത വന്ന ശേഷം ഈ പത്രം, ദീപിക പത്രം, ജർമ്മനിയിൽ ഉള്ള, അന്നൊന്നും ഇതുപോലെ നെറ്റിലൂടെയുള്ള പത്രമാധ്യമങ്ങൾ ഒന്നും ഇല്ലായിരുന്നതിനാൽ പത്രത്തിൻ്റെ ഹാർഡ് കോപ്പി തന്നെ അയച്ച് അവിടെ ജർമ്മനിയിലെത്തിയ ശേഷം ജർമ്മനിയിലുള്ള ഒരു പുരോഹിതന് അദ്ദേഹം ഈ പത്രം വായിക്കുകയും ഈ പത്രത്തിലെ വാർത്ത കാണുകയും ചെയ്തപ്പോൾ ഇത് കത്തോലിക്ക സഭയുമായിട്ട് വളരെ വ്യത്യാസമുള്ള ഒരു ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അടുത്ത വരുന്ന ഒരു ഞായറാഴ്ചത്തെ സപ്ലിമെൻറ്റിൽ മൂണിമതവും മൂണികളുടെ കല്യാണവും എന്ന തലക്കെട്ടിൽ ഞങ്ങളെ വളരെയേറെ മോശമായ രീതിയിൽ ഈ പ്രസ്ഥാനത്തെയും പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ പോയവരെയൊക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ലേഖനം, അത് ഡോക്ടർ ജേക്കബ് കട്ടയ്ക്കൽ എന്ന പുരോഹിതനാണ് ആ ലേഖനം എഴുതിയത്. അന്ന് ആ ലേഖനം വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് വരെയും ഞങ്ങൾക്ക് നാട്ടിലാർക്കും പ്രസ്ഥാനത്തിൻ്റെ മോശമായ വശങ്ങളെപ്പറ്റി ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ല, ആർക്കും അറിയില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം വളരെ അല്പം കൂടുതലായിട്ട് അത് ഒരു എക്സഗ്രേറ്റ് ചെയ്ത് പല കാര്യങ്ങളും എഴുതി. അപ്പോൾ അത് പലർക്കും, കുടുംബങ്ങളിലും ബന്ധുക്കളുടെ ഇടയിലും നാട്ടുകാരുടെ ഇടയിലുമൊക്കെ ഒരു ആശ്ചര്യം ഉളവാക്കിയ ഒരു സംഭവം കൂടിയായിരുന്നു. എന്തായാലും അങ്ങനെ ആ ഒരു വിവാഹ ചടങ്ങ് കൊറിയയിൽ നടന്ന ശേഷം ഞങ്ങൾ വീണ്ടും തിരികെ ഞാൻ കേരളത്തിലേക്ക് പുറപ്പെട്ടു. കേരളത്തിൽ വന്ന ശേഷം വീണ്ടും പ്രവർത്തന മണ്ഡലമായ മദ്രാസിലേക്ക് തന്നെ പോയി. എന്നാൽ ഈ സമയത്തൊക്കെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ഞങ്ങളുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും എൻ്റെ വീട്ടിൽ വന്ന എല്ലാവരോടും കൂടി ഫോട്ടോ എടുക്കുകയും എൻ്റെ ഇച്ചായൻ്റെയും അമ്മയും അനുജൻ ഷിജോയെയും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും, എൻ്റെ കുടുംബത്തെ മാത്രമല്ല ഈ പ്രസ്ഥാനത്തിൽ ചേർന്ന മറ്റാളുകളുടെ കുടുംബങ്ങളൊക്കെ ഈ നേതാക്കന്മാർ സന്ദർശിക്കുകയും അവരെ എല്ലാം ഈ പ്രസ്ഥാനത്തിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള, ഈ പ്രസ്ഥാനത്തെപ്പറ്റി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടി ഇതിൽ പങ്കാളികളാക്കുന്നതിനുള്ള ശ്രമം കൂടി ആ സമയത്ത് വളരെ ശക്തമായ രീതിയിൽ നടത്തുകയുണ്ടായി. എന്നാൽ നേതാക്കന്മാർ പലരും അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നുമൊക്കെ ഉള്ളവരായിരുന്നതുകൊണ്ട്
അവർക്ക് അവരുടെ ഭാഷാ പരിമിതി, അത് ഞങ്ങൾ തന്നെ വേണം അവർ പറയുന്ന കാര്യങ്ങൾ പലതും തർജ്ജിമ ചെയ്ത് വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുവാൻ. എന്നാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ബൈബിൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തത്വശാസ്ത്രമായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറയുമ്പോൾ വീട്ടുകാർക്ക് മനസ്സിലാകും. പക്ഷേ അതിലെ തന്നെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. എന്തായാലും ക്രിസ്തു, പ്രത്യേകിച്ച് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് മരണത്തിനായിട്ട് ദൈവം നിശ്ചയിച്ച് അയച്ച ഒരു ദൗത്യം, അത് മരണം ആയിരുന്നു എന്നുള്ള രീതിയിൽ വിശ്വസിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ മരണമായിരുന്നില്ല ദൗത്യം. മരണം ദൈവത്തിൻ്റെ സെക്കൻഡറി ദൗത്യമാണ്. എന്നാൽ അതൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു. മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ ഒരു, ഇസ്രായേൽ ജനം, തിരഞ്ഞെടുക്കപ്പെട്ട ജനം ചെയ്ത വലിയ ഒരു തെറ്റാണ്. ശരിക്കും അന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടതായിരുന്നു. അങ്ങനെ സ്വീകരിച്ചിരുന്നെങ്കിൽ, ആ വിധത്തിൽ ആരും ക്രൈസ്തവരാരും അത്തരം രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട് അല്ല ചിന്തിക്കുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. അന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഈ വിവാഹ ചടങ്ങ്, ഈ കുഞ്ഞാടിൻ്റെ വിവാഹവും എല്ലാം അന്ന് തന്നെ നടക്കേണ്ടതായിരുന്നു, ക്രിസ്തു വന്നിരുന്ന സമയത്ത് തന്നെ. അപ്പോൾ തന്നെ ഭൂമിയിലെ സ്വർഗരാജ്യം എന്നുള്ള പർദീസ എന്നുള്ള ആ ഒരു സ്വപ്നം അന്ന് യാഥാർത്ഥ്യമാകുമായിരുന്നു എന്നെല്ലാമാണ് ഈ പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്. അത് അന്ന് യാഥാർത്ഥ്യമാകാത്തതിൻ്റെ പേരിൽ നീട്ടിവെക്കപ്പെട്ട ആ ഒരു ദൈവ പദ്ധതി, രക്ഷാകര പദ്ധതിയാണ് പിന്നീട് ഈ പ്രസ്ഥാനത്തിൻ്റെ തലവനിലൂടെ വീണ്ടും മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഈ 1992 ആ ഒരു മാസ് വെഡ്ഡിങ്, അത് ആഗോള ശ്രദ്ധ നേടുകയും എല്ലാ വർഷവും ഇതിൻ്റെ മാസ് വെഡ്ഡിങ് നടക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ കപ്പിൾസ് പങ്കെടുത്ത ഒരു മാസ് വെഡ്ഡിങ് എന്ന നിലയിൽ അന്നത്തെ ആ ഒരു മാസ് വെഡ്ഡിങ് വളരെ ലോകശ്രദ്ധ നേടുകയും ഈ പ്രസ്ഥാനം ആ സമയത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നായിരുന്നു. ഇതിനെ ധാരാളം എതിർക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. കാരണം ഇതിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും ഒരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഫിലോസഫി കൂടി ഇതിനുണ്ട്. അങ്ങനെയാണ് ഈ പ്രസ്ഥാനം ശരിക്കും പറഞ്ഞാൽ ജപ്പാനിൽ ഇതിന് ഒരു എൻട്രി, ജപ്പാൻ രാജ്യത്തിലേക്ക് കടന്നു വരാൻ ഇടയായത് ആ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണ്. കാരണം ഇവിടെ അടുത്തുള്ള നോർത്ത് കൊറിയയും അതുപോലെ ചൈനയും ഒക്കെ കമ്മ്യൂണിസത്തിൻ്റെ ആ ഒരു തത്വശാസ്ത്രം പ്രചരിപ്പിക്കുമ്പോൾ അത് ഏത് സമയവും ജപ്പാനിലേക്ക് കടന്നു വരാമെന്നും ജപ്പാനിലെ ജനങ്ങളെ, അത് ചെറുപ്പക്കാരെ എല്ലാം അത് സ്വാധീനിക്കാമെന്നും എല്ലാമുള്ള ഒരു അങ്കലാപ്പ് അന്നുണ്ടായിരുന്നപ്പോൾ ഈ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ഒരു തത്വശാസ്ത്രം കൗസ ഐഡിയോളജി അല്ലെങ്കിൽ ഹെഡ് വിങ് ഐഡിയോളജി എന്ന് പറയുന്ന റൈറ്റ് വിങ്ങിൻ്റെയും ലെഫ്റ്റ് വിങ്ങിൻ്റെയും മധ്യത്തിലൂടെ ഇതിനെ രണ്ടിനെയും യോജിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഹെഡ് വിങ് ഐഡിയോളജി, ആ ഒരു തത്വശാസ്ത്രമാണ് ഇതിൻ്റെ നേതാവ് റവറൻഡ് സൺ മൈങ് മൂൺ അവതരിപ്പിച്ചത്. അത് അവതരിപ്പിച്ചപ്പോൾ അന്ന് ജപ്പാൻ്റെ രാഷ്ട്രീയ നേതാവായിരുന്ന, മുൻപ് മരണമടഞ്ഞ അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട അബെ പ്രധാനമന്ത്രിയുടെ പിതാവായിരുന്ന, അന്നും അബെ സാൻ്റെ പിതാവും പ്രധാനമന്ത്രിയായിരുന്നു ജപ്പാൻ്റെ. അദ്ദേഹമാണ് ഈ പ്രസ്ഥാനത്തിന് ജപ്പാനിലേക്ക് കടന്നു വരുവാനുള്ള അവസരമൊരുക്കി ഇവിടെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ടോക്കിയോയിൽ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇതൊരു ആൻറ്റി കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി കൂടിയാണ് എന്നുള്ളത് പിന്നീട് ഇതിൻ്റെ തത്വശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കും. എന്തായാലും അങ്ങനെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് വീണ്ടും ഞാൻ മദ്രാസിൽ എൻ്റെ പ്രവർത്തനം തുടർന്നു. വിവാഹശേഷം ഉള്ള 3 വർഷക്കാലം ഞാൻ പ്രസ്ഥാനത്തിന് വേണ്ടി അംഗങ്ങളെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയുള്ള സെമിനാറുകൾ, അതുപോലെ തന്നെ ഇതിൻ്റെ ഫണ്ട് ശേഖരണത്തിനുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ, ഫണ്ട് റൈസിങ് പ്രോജക്റ്റുകൾ പലത് സംഘടിപ്പിച്ച്, ഫണ്ട് ശേഖരണത്തിനായിട്ട് പ്രധാനമായിട്ടും ഞങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ പോയി, ഞാൻ കൂടുതലും അതിൽ ജപ്പാനിൽ തന്നെയാണ് വന്ന് ഫണ്ട് ശേഖരണത്തിന് ഉള്ള ശ്രമം, അതിനുള്ള പരിശീലനവും അതിനുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നത്. പ്രവർത്തനങ്ങൾ പിന്നീട് ഒരു 3 വർഷക്കാലം തുടർച്ചയായി നടത്തിയ ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രവേശനവും തുടർന്നുള്ള കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിലൂടെ വിവരിക്കാം എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.